പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 24-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാക്കുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ലഭിച്ചാലും നാം ഏതെല്ലാം നിലയിൽ എത്തിയാലും ആത്മാവിൻ്റെ രക്ഷ സാധ്യമായില്ല എങ്കിൽ ഈ ലോക ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ വലിയ രക്ഷ തികച്ചും സൗജന്യമായി ലഭിച്ചതിൽ ദൈവമക്കളായ നാം സന്തോഷിക്കണം. ദൈവം ഒരുക്കിയ രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞാൽ കഴിഞ്ഞതിലാണ് ഹന്നയുടെ സന്തോഷം. അതുകൊണ്ടാണ് ഈ വിധത്തിൽ ഹന്ന പ്രാർത്ഥിക്കുവാൻ ഇടയായതെന്ന് നമുക്ക് തിരിച്ചറിയാം. ചുങ്കക്കാരനും പാപിയുമായിരുന്ന സഖായിയുടെ ഭവനത്തിൽ കർത്താവ് ചെന്നതും അവൻ്റെ വീടിന് കർത്താവ് രക്ഷ വാഗ്ദാനം ചെയ്തതിലുമായിരുന്നു സഖായിയുടെ സന്തോഷം. കാരാഗ്രഹ പ്രമാണിയായ കൊർന്നല്യോസ് യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇടയായതിൽ വീടടക്കം ആനന്ദിച്ചതായി നമുക്ക് കാണുവാനിടയാകുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് വീട്ടിൽ പോയതിൻ്റെ പിന്നിൽ ദൈവമൊരുക്കിയ രക്ഷയിൽ തനിക്ക് പങ്കാളിയാകുവാൻ കഴിഞ്ഞു എന്നതിനായിരുന്നു. പ്രിയ ദൈവവൈതലേ, രക്ഷയുടെ വിലയും മഹത്വവും തിരിച്ചറിഞ്ഞവർ അതിലെപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കും. ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ, ലോകത്തിൻ്റെ ആനന്ദങ്ങളിൽ, അല്പസമയമുള്ള എല്ലാ ഞൊടിനേരത്തേക്കുള്ള സന്തോഷങ്ങളിൽ അവർ ആഗ്രഹിക്കാതെ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ ദൈവത്തിൻ്റെ വചനത്തിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ രക്ഷയിലും വചനത്തിലും കർത്താവിലും സന്തോഷിക്കുന്ന ഒരു ദൈവവൈതലിന് ആരാധനയും കൂട്ടായ്മയും അവഗണിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ജീവനുള്ളവരുടെ നിലനിൽപ്പിന് പ്രാണവായു ആവശ്യമാകുന്നത് പോലെ വീണ്ടും ജനനം പ്രാപിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ദൈവകൃപയിൽ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലിന് ആരാധനയും പ്രാർത്ഥനയും സ്തോത്രം ഒഴിവാക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. അങ്ങനെയുള്ള സ്തോത്രം അവസരങ്ങൾ അവർ കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പരാജയം വന്നിട്ടുണ്ട് എന്നതിന് സംശയമില്ല. ദൈവസഭ ശ്രദ്ധയോടുകൂടെ ദൈവജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആരാധനകളിൽ നിന്നും വിശുദ്ധ ആരാധനയിൽ നിന്നും ഉപവാസങ്ങളിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ അതിനെ സംബന്ധിക്കാതെ നീ മാറി നിൽക്കുമ്പോൾ നീ എവിടെയോ വീണുപോയെന്ന് നീ തിരിച്ചറിയണം ഈ പ്രഭാതം. അങ്ങനെയുള്ള അവസരങ്ങൾ സ്തോത്രം ഹാലിലെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ആരാധനയുടെ അവസരങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ വീണുപോയെന്ന് തിരിച്ചറിയുക. അതിന് സംശയമില്ല. 1-ാം നൂറ്റാണ്ടിലെ ദൈവജനങ്ങൾക്കും അപ്പോസ്തലന്മാർക്കും ആരാധനയും കൂട്ടായ്മയും ഉല്ലാസവും ആനന്ദവുമായിരുന്നുവെന്ന് വചനം പറയുന്നു. ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നതിൽ ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന കാര്യങ്ങളിൽ മാത്രമുള്ളതല്ല. നമ്മുടെ ചിന്ത എപ്പോഴും ദൈവത്തിൽ നിന്നും എന്ത് പ്രാപിക്കാം, ദൈവത്തിൽ നിന്നും എന്തൊക്കെ നേടുവാൻ കഴിയും, ഇതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. ജോലി, വിവാഹം, വീട്, വാഹനം, ദൈവത്തിൽ നിന്നും എന്തൊക്കെ ലഭിക്കുന്നു, അതാണ് നമ്മുടെ സന്തോഷമെന്നാണ് നാം ഇപ്പോഴും പലരും ചിന്തിച്ചിരിക്കുന്നത്.
ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നതിൽ ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന കാര്യങ്ങളിൽ മാത്രമുള്ളതല്ല, ദൈവത്തിന് അർപ്പിക്കുന്ന കാര്യങ്ങളിലും നാം സന്തോഷിക്കണം. ദൈവനാമത്തിന് കൊടുക്കുന്നതിൽ ദശാംശങ്ങളും വഴിപാടുകളും സ്തോത്ര കാഴ്ചകളുമൊക്കെ ദൈവത്തിന് കൊടുക്കുന്നതിൽ, നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന, ഈ ഭൂമിയിൽ നമുക്ക് നൽകുന്ന നന്മയിൽ നിന്നുമെല്ലാം അതിൻ്റെ ദശാംശങ്ങൾ കൊടുക്കുന്നതിൽ നാം സന്തോഷിക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിൽ സന്തോഷിക്കുന്ന അനേകരും കൊടുക്കുന്ന കാര്യത്തിൽ സന്തോഷിക്കുന്നതായി കാണുന്നില്ല. ക്രിസ്തുവിനെ കൈക്കൊള്ളുകയും വചനം അനുസരിക്കുകയും ചെയ്യുന്നവരുടെ ജീവൻ ശക്തിപ്പെടുന്നതിനും ദൈവത്തിൽ ആനന്ദിക്കേണ്ടതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവനാമത്തിന് കൊടുക്കുന്നതിലും സന്തോഷിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ ലൗകിക ചിന്തകൾ നമ്മെ കീഴ്പ്പെടുത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആകയാൽ നാം അതിന് കീഴ്പ്പെടാതെ ആത്മാവിൻ്റെ ആരാധനകളിലും പ്രാർത്ഥനകളിലും ചിന്തയുള്ളവരായി വീണ്ടും ജീവൻ പ്രാപിക്കണം, ജീവൻ നിലനിർത്തണം. ആത്മീയ ജീവൻ നിലനിർത്താതെ പോയാൽ സ്തോത്രം, ദാവീദ് സങ്കീർത്തനത്തിൽ പാടിയതുപോലെ നിന്റെ ആത്മാവിൻ്റെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരും, കരയേണ്ടി വരും. ഇങ്ങനെ നാം വിശുദ്ധിയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആത്മീയ വിഷയങ്ങളിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുവോ എന്ന് നമ്മെ തന്നെ ഈ പ്രഭാതം ശോധന ചെയ്യണം. ഇല്ലെങ്കിൽ 85-ാം സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും നിലവിളിക്കാം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. ഹല്ലേലൂയ. മരിച്ചവൻ ജീവനോടെ ഇരുന്നു കൊണ്ട് ആത്മീയ മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. ആത്മീയമായി മരണം സംഭവിച്ച വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പാടുവാൻ കഴിയത്തുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് ഒരിക്കലും പറയുവാൻ കഴിയത്തില്ല. കാരണം അവൻ ആത്മാവിൽ ജീവനോടെ ഇരിക്കുന്നവനാണ്. ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ സ്തോത്രം മരിച്ചതിന് തുല്യമാണ്. ആകയാൽ പ്രിയ ദൈവവേദിയിലെ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ വിശ്വാസ ജീവിതവും ആത്മാവിൻ്റെ ജീവൻ പുതിയ വരുന്ന നിലകളിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഹന്നയെ പോലെ പ്രാർത്ഥനയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും, ആനന്ദിക്കുവാൻ കഴിയും. നമ്മുടെ ശത്രുക്കളുടെ മുൻപിൽ നമ്മുടെ തല ഉയർന്നിരിക്കുവാനിടയാകും. ശത്രുക്കളുടെ മുൻപിൽ നമ്മുടെ വായ് വിശാലമാകുവാനിടയാകും. രക്ഷയിൽ നമുക്ക് സന്തോഷിക്കുവാനിടയാകും. ദൈവത്തിൻ്റെ രക്ഷയിൽ നമുക്ക് ഈ പ്രഭാതം സന്തോഷിക്കാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സന്തോഷവും സമാധാനവും ഇന്ന് പ്രഭാതം എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹൃദയം സന്തോഷിപ്പാൻ കഴിയാതെ, ആനന്ദിപ്പാൻ കഴിയാതെ, സ്തോത്രം, ഹല്ലേലൂയ, രക്ഷയുടെ സന്തോഷത്തിൽ ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കരകയറ്റുവാൻ കഴിയാതെ ഇന്ന് പ്രഭാതം ആരെങ്കിലും ദുഃഖത്തോടെ സമാധാനം നഷ്ടപ്പെട്ടവരായി കാണപ്പെടുന്നുവെങ്കിൽ ഈ വചന സന്ദേശം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. കർത്താവെ, രോഗികളായി ദുഃഖിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ കടഭാരങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, ഭയപ്പെടുന്നവർ, ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർ, അങ്ങനെ നിരവധി അനുഭവങ്ങളിൽ കൂടെ സന്തോഷിപ്പാൻ കഴിയാതെ കർത്താവേ സ്തോത്രം ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിച്ചാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം മറുപടികൾ നൽകി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവത്തിൻ്റെ വലിയ മഹത്വം തൻ്റെ മക്കളുടെ മേൽ ഈ 4-ാം മാസം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് കരയുന്നവർ, തലമുറയില്ലാതെ കരയുന്നവർ, ഭവനമില്ലാതെ കരയുന്നവർ, കർത്താവേ ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, എത്ര പ്രിയപ്പെട്ടവർ സന്തോഷിക്കാൻ കഴിയാതെ, ആനന്ദിപ്പാൻ കഴിയാതെ
ആമേൻ. കർത്താവെ, ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ഈ പ്രഭാതം അനുഗ്രഹിക്കണം. അവർക്ക് സന്തോഷം വർദ്ധിക്കട്ടെ, സമാധാനം വർദ്ധിക്കട്ടെ, ആമേൻ, കൃപകൾ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.